മോട്ടിവ്ലാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് സ്വാഗതം. നമ്മൾ +2 കെമിസ്ട്രിയുടെ ഷുവർ ഹിറ്റ്സ് എപ്പിസോഡിലാണുള്ളത്. +2-ൽ സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലൂടെ നമ്മൾ പോവുകയാണ്. പരീക്ഷയുടെ പേടി ഒന്ന് കുറക്കാൻ വേണ്ടി, ക്വസ്റ്റ്യൻസുമായിട്ടൊന്ന് ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സോളിഡ് സ്റ്റേറ്റിനകത്തുള്ള. അതിനകത്തുള്ള 1-2 ചോദ്യങ്ങൾ കൂടി നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുകയാണ്. ചോദ്യം ഇതാണ്: ഇൻ മഗ്നീഷ്യം ക്രിസ്റ്റൽ the layers of atoms are being stocked in a pattern AB type of arrangement. AB type ആണ്. AB എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതെന്താണ്, 2-dimensional arrangement ആണല്ലേ. അങ്ങനെയാണ് എങ്കിൽ നെയിം ദ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ, അതിൻ്റെ ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിൻ്റെ പേരെന്താണെന്ന് എഴുതുക. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ ആൻഡ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഇഫ് ദ മഗ്നീഷ്യം ക്രിസ്റ്റൽസ് കണ്ടെയ്ൻ n ആറ്റം. ഈ മഗ്നീഷ്യം ക്രിസ്റ്റൽ n ആറ്റംസ് ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര ഒക്ടാഹെഡ്രൽ വോയിഡും എത്ര ടെട്രാഹെഡ്രൽ വോയിഡും ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും ഇല്ല കേട്ടോ, നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോസ് കൊടുത്തിട്ടുണ്ട് ഈ ചാപ്റ്റേഴ്സിൻ്റെ. അത് കണ്ട് കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ജസ്റ്റ് സോൾവ് ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ എല്ലാം നമ്മൾ എന്ത് ചെയ്യില്ല, വിശദീകരിക്കില്ല. ഇനി ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എ ബി ആണെന്നുണ്ടെങ്കിൽ എ ബി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് ഏത് പാക്കിംഗ് ആയിരിക്കും? അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഹെക്സഗണൽ. കാരണം എന്താണ്, അങ്ങനെ പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് സെൻട്രൽ ആറ്റം 6 ആറ്റമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആറ്റംസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലിങ്ക് ചെയ്യുന്നുണ്ട്. ഒരു ഹെക്സഗണൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്, 2-dimensional. ആ വീഡിയോ കണ്ടോളി, വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇതിനെ HCP, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സാന്ന് വെച്ചാൽ 6 എന്നാണ് അല്ലേ, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ് എത്രയാണ്? n ആണ്. n ആറ്റംസ് ആണെങ്കിൽ ഇത് നമ്മൾ നേരെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതാണോ, അവിടെ നേരെ എടുത്ത് എഴുതിയേക്കാണ്. ഒക്ടാഹെഡ്രൽ വോയിഡ് n ആണ്, ടെട്രാഹെഡ്രൽ വോയിഡ് 2n ആണ്. ഇത് അറിഞ്ഞിരിക്കണേ. ഒക്ടാഹെഡ്രൽ വോയിഡ് n ആണ്, ടെട്രാഹെഡ്രൽ വോയിഡ് 2n ആണ്. എന്തിൻ്റെ കേസിലാണ്? HCPയുടെ കേസിൽ, ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൻ്റെ കേസിൽ. എ ബി പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? HCP ആണ്. ക്ലിയർ ആണല്ലോ. ഇനി മറ്റൊരു ചോദ്യം കാണുമ്പോൾ ഞെട്ടണ്ട, വളരെ സിമ്പിൾ ആണ് കേട്ടോ. A cubic cell, unit cell is characterized by A is equal to B is equal to C and alpha, beta, gamma is equal to 90 degree. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ അതിൻ്റെ എഡ്ജിൻ്റെ ലെങ്തും ആംഗിളും തന്നിട്ടുണ്ട്. നെയിം ദ 3 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ക്യൂബിക് യൂണിറ്റ് സെൽ. ക്യൂബിക് യൂണിറ്റ് സെല്ലിൻ്റെ 3 ഇമ്പോർട്ടൻറ്റ് ടൈപ്പുകൾ എഴുതുക. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 1 യൂണിറ്റ് സെൽ ഇൻ ദ എബവ് 3 കേസസ്. ആ മൂന്നിലുമുള്ള ആറ്റങ്ങളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുക. വീഡിയോയിലുണ്ടായി, ഞാനിപ്പോൾ പറയാം, നിങ്ങൾക്ക് ഓർമ്മ വരുമ്പോഴത്തേക്കും. മൂന്നാമത്തെ പാർട്ട് കുറച്ച് ട്വിസ്റ്റിംഗ് ചോദിച്ചിരിക്കുകയാണ്. എ മെറ്റൽ ഫോംസ് ക്യൂബിക് ക്രിസ്റ്റൽസ്. The mass of 1 unit of it is m/na grams, where m is the atomic mass of the metal and na is the Avogadro number. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ് ഇക്വേഷൻ ഡെൻസിറ്റിയുടെ. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ക്യൂബിക് യൂണിറ്റ് സെൽ പൊസസ്ഡ് ബൈ മെറ്റൽ? ഈ മെറ്റലിൻ്റെ മാസ് ഓഫ് 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ m/na ആണ് എങ്കിൽ ഇത് ഏത് സ്ട്രക്ചറാണ് പൊസസ് ചെയ്യുന്നതെന്നാണ്. ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഞെട്ടണ്ട, വളരെ സിമ്പിളാണ്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? A is equal to B is equal to C, alpha is equal to beta is equal to gamma 90 degree. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? ഈ ടേബിൾ ഓർക്കുന്നുണ്ടോ? ഈ ടേബിളിൽ A is equal to B is equal to C, alpha is equal to beta is equal to gamma is equal to 90 degree ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ക്രിസ്റ്റൽ സിസ്റ്റം, ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം ആയിരിക്കും. ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ പോസിബിൾ വേരിയേഷൻ ഏതൊക്കെയാണ്? പ്രിമിറ്റീവ് ആകാം, ബോഡി സെൻറ്റേഡ് ആകാം, ഫേസ് സെൻറ്റേഡ് ആകാം. പ്രിമിറ്റീവ് ആകാം, ബോഡി സെൻറ്റേഡ് ആകാം, ഫേസ് സെൻറ്റേഡ് ആകാം. അപ്പോൾ ഈ ക്രിസ്റ്റൽ ഏതാണ്? ഇതാണെന്ന് പറഞ്ഞാൽ അത് ഏതാണ്? അത് ക്യൂബിക്കാണ്. ക്യൂബിക്കിന് 3 സാധ്യതകളാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്. അതാണ് ക്വസ്റ്റ്യൻ. നെയിം ദ 3 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഈ കണ്ടീഷനിലുള്ള 3 ഇമ്പോർട്ടൻറ്റ് ക്യൂബിക് യൂണിറ്റ് സെൽ ഏതൊക്കെയാണ്? പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്. എവിടെ നിന്ന് കിട്ടിയതാണ്? ഈ ടേബിളിൽ നിന്നാണ്. ഈ ടേബിൾ പഠിക്കാനായിട്ടൊരു ഈസി ട്രിക്ക് ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം, അടുത്ത വീഡിയോയിൽ പറയാം. ഇത് പഠിച്ച ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കിട്ടും. ഇത്തവണ ഇതാ ചോദിച്ചെങ്കിൽ അടുത്ത കൊല്ലം ചിലപ്പോൾ അടുത്തായിരിക്കും ചോദിക്കുന്നത്. അടുത്ത കൊല്ലം വെറും ബോണ്ട് ആംഗിൾ മാത്രമായിരിക്കും ചോദിക്കുന്നത്. അടുത്ത കൊല്ലം എഡ്ജിൻ്റെ ലെങ്ത് ഇതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ ക്രിസ്റ്റൽ ഏതാണെന്നായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ എക്സാമ്പിൾ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പോസിബിൾ വേരിയേഷൻസ് ആയിരിക്കും ചോദിക്കുന്നത്. എൻട്രൻസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി ഈ ടേബിളിൽ നിന്ന് തന്നെ ഒരുപാട് ഓരോ തവണയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ ടേബിളിൽ നിന്ന് തന്നെ.
ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എ ബി സി ഈക്വൽ ആണ്, ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ആണെങ്കിൽ ക്യൂബിക് ആണ്. ക്യൂബിക്കിന് 3 വേരിയേഷൻ ഉള്ളത്. ഏതൊക്കെയാണ്? നെയിം ദ 3 ഇമ്പോർട്ടന്റ് ടൈപ്സ് ഓഫ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഏതാണ്? ക്യൂബിക് യൂണിറ്റ് സെൽ ആണെന്ന് മനസ്സിലായി. അത് ഏതൊക്കെയാണ്? 3 ഏതൊക്കെയാണ്? പ്രിമിറ്റീവ്, ബോഡി സെന്റേഡ്, ഫേസ് സെന്റേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 1 യൂണിറ്റ് സെൽ ഇൻ ദി എബവ് 3 കേസസ്. ഈ പറഞ്ഞ 3 എണ്ണത്തിൽ ഓരോന്നിനുമുള്ള നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ ഇസഡ് ആണ്. അവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ആ ഇസഡ് ഈ 3 എണ്ണത്തിന്റെ കേസിലും കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? ദാ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ 8 കോർണറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ആ 8 കോർണറിൽ 8 വീതം ഉണ്ടാവുള്ളൂ. അപ്പോൾ 8 × 1/8 എത്രയാണ്? ഒരു ആറ്റേ ഉള്ളൂ. സോ പ്രിമിറ്റീവിന്റെ കേസിൽ ഇസഡിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. രണ്ടാമത് ബോഡി സെന്റേഡ് ആണ്. ബോഡി സെന്റേഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ട്. ബോഡിയുടെ നടുക്ക് ഒരെണ്ണം ഉണ്ടാവും, പിന്നെ 8 വശത്തും ഉണ്ടാവും, 8 വീതം ഉണ്ടാവും. ഒരു സ്പിയറിനെ 4 ഷെയർ ചെയ്യുമ്പോഴത്തേക്കും 8 ഷെയർ ചെയ്യുമ്പോഴത്തേക്കും 8 വീതം ഉണ്ടാകുന്നത്. അതിൻ്റെ വീഡിയോ ഈ ഡിസ്ക്രിപ്ഷനിലെ വീഡിയോയിൽ വിശദമായിട്ട് നമ്മൾ പറഞ്ഞാണ്. അതോടൊപ്പം തന്നെ 8 കോർണറിലുണ്ട്, നടുക്ക് ഒരെണ്ണമുണ്ട്. സോ 8 × 1/8 1 ഉണ്ട്. ബോഡി സെന്ററിൽ 1 ഉണ്ട്. ബോഡിയുടെ സെന്ററിൽ ഒരെണ്ണമുണ്ട്, 8 വീതം 8 വശത്തുണ്ട്. സോ 1 അതും 1 ഇതും 1 + 1 എത്രയാണ് വരുന്നത്? 2 ആണ്. സോ ബോഡി സെന്റേഡ് ആണെന്നുണ്ടെങ്കിൽ BCC ആണെങ്കിൽ ഇസഡ് എത്രയാണ്? 2 ആണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കാൽക്കുലേഷൻ ചെയ്തിരുന്നു, ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇസഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ FCC ആയിരുന്നു ആ ചോദ്യം, ഓർക്കുന്നുണ്ടോ? BCC ആണെങ്കിൽ ഇത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പ്രിമിറ്റീവ് 1 ആണ്, BCC 2 ആണ്, FCC എത്രയാണ്? 4 ആണ്. FCC എങ്ങനെ 4 ആയത്? ഫേസ് സെന്റേഡ് ആണ് അല്ലേ? 6 ഫേസിലും പകുതി വീതം ഉണ്ടാവും. അപ്പോൾ 6 × എത്ര വരും? ഹാഫ്. എത്ര കിട്ടും നമുക്ക്? 6 × ഹാഫ് 3 ആറ്റംസ് കിട്ടി. പിന്നെ 8 വീതം 8 കോർണറിലും ഉണ്ട്. ഇതുപോലെ തന്നെ 1/8 × 8 അല്ലേ? അവിടെ 1 വന്ന് 8 × 1/8 എത്രയാണ്? 1 ആണ്. സോ ആ 1 ഉണ്ട്. ഫേസിലുള്ള 6 പകുതി വീതം, അതിൻ്റെ 3 ഉണ്ട്. സോ 1 + 3 എത്രയാണ്? 4 ആണ്. ഈ കാൽക്കുലേഷൻ ആണ് ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 1 യൂണിറ്റ് സെൽ ഇൻ ദ എബവ് 3 കേസസ്. 3 പോസിബിലിറ്റി ആണുള്ളത് ക്യൂബിക് സെല്ലിന്. ഏതൊക്കെയാണ്? പ്രിമിറ്റീവ്, ബോഡി സെന്റേഡ് ആൻഡ് ഫേസ് സെന്റേഡ്. അതിൻ്റെ 3 കേസിലുമുള്ള ഇസഡ് വാല്യൂ, നമ്പർ ഓഫ് ആറ്റംസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകരുത്. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് ഒരു പാർട്ട് ഇതായിരുന്നു. എ മെറ്റൽ ഫോംസ് ക്യൂബിക് ക്രിസ്റ്റൽസ്. ദ മാസ് ഓഫ് 1 യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m/na ആണ്. ഒരു മെറ്റലിൻ്റെ മാസ് m/na ആണ് എങ്കിൽ അത് ഏത് ടൈപ്പ് യൂണിറ്റ് സെല്ലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് M എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ആണ്, N എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ ആണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഇങ്ങനൊരു ഇക്വേഷൻ, മാസ് ഓഫ് 1 യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു Z × m/na എന്ന് നമ്മളൊരു ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഡെൻസിറ്റിയുടെ കാൽക്കുലേഷനിലേക്ക് വരുന്ന സ്ഥലത്ത് മാസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു യൂണിറ്റ് സെല്ലിന്റെ മാസ് എന്ന് പറഞ്ഞാൽ Z × m/na ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു ഈ മെറ്റലിന്റെ മാസ് എന്ന് പറഞ്ഞാൽ m/na ആണ്. അതിനർത്ഥം എന്താണ്? Z1 ആണ് എന്നാണല്ലോ അല്ലേ? Z1 ആണെങ്കിലല്ലേ ഈ മാസ് എത്ര വരുള്ളൂ? ഇവിടെ 1 ആണെങ്കിൽ m/na. ഇത് ജനറൽ ഇക്വേഷൻ. മാസ് ഓഫ് 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു Z × m/na. ഈ ചോദ്യത്തിലെ ഈ മെറ്റലിൽ അതിന്റെ മാസ് എന്ന് പറഞ്ഞാൽ m/na എങ്കിൽ ഈ മെറ്റൽ ഏത് ടൈപ്പാണ്? അത് അങ്ങനെ വരണമെങ്കിൽ m/na വരണമെങ്കിൽ Z എന്തായിരിക്കണം? Z1 ആയിരിക്കണം. Z1 എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ആറ്റം 1 ആയിരിക്കണം. നമ്പർ ഓഫ് ആറ്റം 1 ആണെങ്കിൽ ഏത് മോഡലാണെന്ന് പറഞ്ഞത്? പ്രിമിറ്റീവ് ആണ്. നമ്പർ ഓഫ് ആറ്റം 1 ആണെങ്കിൽ Z1 ആണെങ്കിൽ പ്രിമിറ്റീവ് ആണ്. കുറച്ച് നേരത്തെ പറഞ്ഞോളൂ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതിൻ്റെ ആൻസർ ഇത് 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Z ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എന്താണത്? പ്രിമിറ്റീവ് ആണ്, അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ആണ്. സിമ്പിൾ ക്യൂബിക് ലാറ്റിസിനെയാണ് വിളിക്കുന്നത് നമ്മൾ പ്രിമിറ്റീവ് എന്ന് വിളിക്കുന്നത്. ഈ ഇക്വേഷൻ എവിടെ നിന്ന് കിട്ടിയാന്ന് അറിയാവോ? ഈ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു പ്രോബ്ലം ചെയ്തിരുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ പറയുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മൾ Zm/na. കാരണം ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയം ആണ്. മാസ് ഇതാണ്, ഡിവൈഡഡ് ബൈ വോളിയം a³. ഓക്കെ, അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ Zm/na ആണ്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Zm/na ആണ്. അത് ഈ മെറ്റലിന്റെ കേസിൽ m/na ആണെങ്കിൽ അതിനർത്ഥം Z1 ആണെന്നാണ്. Z1 ആണെങ്കിൽ അത് ഏതാണ്? പ്രിമിറ്റീവ് ആണ്. Z2 ആണെങ്കിൽ ഏതാണ്?
നേരത്തെ പറഞ്ഞു BCC ആണ്, ബോഡി സെൻറ്റേർഡ് ആണ്. Z4 ആണെങ്കിലോ FCC ആണ്. അപ്പോൾ ചില പ്രോബ്ലത്തിൽ ഇങ്ങനെ കൊടുക്കും ചിലപ്പോൾ 4m/Na ആണ് എങ്കിൽ മെറ്റൽ ഏത് പിന്നെ ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്, ഏത് യൂണിറ്റ് സെല്ലാണെന്ന് ചോദിച്ചാൽ അത് മനസ്സിലാകണം Z4 ആണ് എങ്കിൽ എന്താണ് FCC ആണെന്നുള്ളത്. ഈ ചോദ്യം തന്നെ ആയിരിക്കുമല്ലോ ചോദിക്കാം, പക്ഷെ ഇതേപോലത്തെ ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടോട്ടോ, കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണേ. ഇനി വേറൊരു ചോദ്യം നോക്കിക്കോളൂ. Solids can be classified into 3 types based on their electrical conductivities. ആയിക്കോട്ടെ, സംശയമൊന്നുമില്ലല്ലോ. Name the 3 types of solids classified on the basis of electrical conductivity. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അനുസരിച്ച് എങ്ങനെയാണ് സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിൻ്റെ പേര് എഴുതുക. How will you explain such classification based on band theory? Band theory വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാൻഡ് തിയറി അനുസരിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അനുസരിച്ച് 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് അല്ലേ? കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. അതാണ് ആദ്യത്തെ പാർട്ടിൻ്റെ ഉത്തരം. നെയിം 3 ടൈപ്സ്: കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. അതിന് എങ്ങനെയാണ് ബാൻഡ് തിയറി അനുസരിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നത്? ബാൻഡ് തിയറിയുടെ പിക്ചർ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പിക്ചറാണ്. മെറ്റൽസ് കണ്ടക്ടേഴ്സ് ആണ്, ഇൻസുലേറ്റേഴ്സ് ആണ്, സെമി കണ്ടക്ടേഴ്സ് ആണ്. എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയും? ഇൻ കണ്ടക്ടേഴ്സ് ദ വാലൻസ് ബാൻഡ് ഈസ് ഐദർ പാർഷ്യലി ഫിൽഡ് ഓർ ഇറ്റ് ഈസ് ഓവർലാപ്ഡ് വിത്ത് ദി കണ്ടക്ഷൻ ബാൻഡ്. സോ ഇലക്ട്രോൺസ് ക്യാൻ ഈസിലി ഫ്ലോ ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. വാലൻസ് ഒന്നില്ലെങ്കിൽ ഇതിന് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അടുത്തടുത്തായിരിക്കും അല്ലേ? പാർഷ്യലി ഫിൽഡ് ആണെങ്കിൽ ഇത് മുകളിലേക്ക് പോകാനായിട്ട് പറ്റും, ഇല്ലെങ്കിൽ എന്തുണ്ടാവും, ഇവ തമ്മിൽ കണ്ടക്ഷൻ ബാൻഡുമായിട്ട് എന്തായിട്ടും ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് കഴിയും. ഫ്ലോ ചെയ്യുമ്പോഴാണ്, അതുകൊണ്ടാണ് മെറ്റൽസ് ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. കണ്ടക്ടേഴ്സ് ആണ് അല്ലേ? മെറ്റൽസ് കണ്ടക്ടേഴ്സാണ്. സോ കണ്ടക്ടേഴ്സ് ആണ്. ഇനി ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ, സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലാകുമ്പോഴോ, in semiconductors there is a small energy gap between valence band and the conduction band, so a few electrons can move from valence band to conduction band. ഇനി semiconductors ന്റെ കേസിലാകുമ്പോഴത്തേക്കും ഇവ തമ്മിൽ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. സോ ഇലക്ട്രോൺസിന് കുറച്ച് ഇലക്ട്രോൺസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ട് ജമ്പ് ചെയ്ത് പോകാനായിട്ട് കഴിയും. ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ ഇത് തമ്മിൽ ഭയങ്കര ഗ്യാപ്പ് ഉണ്ട്. ഫോർബിഡൻ സോൺ എന്നാണ് പറഞ്ഞത്. ലാർജ് എനർജി ഗ്യാപ്പാണ് ഇത്. ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ വലിയ സ്പേസ് ഉണ്ട്. സംഭവം അവിടെ എം ടി ആണ്, അങ്ങോട്ട് പോകാം, പക്ഷെ ഗ്യാപ്പ് കൂടുതലാണ്. In insulators there is a large gap between valence band and conduction band, so no electrons can move from valence band to conduction band. So നമ്മൾ ഈ ചോദ്യമൊക്കെ ചോദിക്കുമ്പോഴേ ഇത് അങ്ങോട്ട് വരച്ചാൽ തന്നെ സംഭവം ഫ്ലാറ്റ്. ആര് ഫ്ലാറ്റ്? ടീച്ചർമാർ ഫ്ലാറ്റ്. ഇവൻ അറിയാം വാള് ഉഷാറാണ് എന്നൊരു ധാരണ ഉണ്ടായാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ക്ലിയർ അല്ലേ? സോ ഇതാണ് ഒരു ചോദ്യം, വളരെ സിമ്പിളാണ്. അത് പഠിച്ച് എഴുതേണ്ടതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഒന്ന് നോക്കിയാൽ മതി. താഴെയുള്ള വീഡിയോ ലിങ്കിൽ കയറി ഒന്ന് നോക്കിയാൽ മതി. വേറെ ചോദ്യം കേട്ടോ, നോക്കിക്കോളൂ. യൂണിറ്റ് സെൽസ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറീസ്: പ്രിമിറ്റീവ് ആൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. നമ്മൾ ബ്രോഡ്ലി നമുക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് കഴിയും, പ്രിമിറ്റീവ് എന്നും സെൻറ്റേർഡ് എന്നും. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് എ യൂണിറ്റ് സെൽ? യൂണിറ്റ് സെല്ലിൻ്റെ ഡെഫിനിഷൻ നോക്കൂ. യൂണിറ്റ് സെൽ ഈസ് ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ ഓർ ഇറ്റ് ഈസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റൽ ഉണ്ടാക്കിയിരിക്കുന്ന സിമ്പിൾ യൂണിറ്റ്സ്, ആ ബ്ലോക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിറ്റ് സെല്ല്. ആ ഡെഫിനിഷൻ നമ്മൾ ആദ്യം ആ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞാണ്, അതൊന്ന് പഠിക്കണം. നെയിം ദ 3 ടൈപ്സ് ഓഫ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. നോക്കൂ, പ്രിമിറ്റീവ് അല്ല, സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിന് 3 എണ്ണം അതിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൻ്റെ 3 എണ്ണത്തിൻ്റെ പേര് ഇതാണ്. ബോഡി സെൻറ്റേർഡ് ഉണ്ട്, ഫേസ് സെൻറ്റേർഡ് ഉണ്ട്, എൻ സെൻറ്റേർഡ് ഉണ്ട്. സെൻറ്റേർഡ് നിങ്ങൾ ആ പിന്നെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരുപാട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിയാൽ മതി. സെൻറ്റേർഡ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ ബോഡിയുടെ സെൻറ്ററിലായിരിക്കും, അല്ലെങ്കിൽ ഫേസിൻ്റെ സെൻറ്ററിലായിരിക്കും, അല്ലെങ്കിലോ എൻ ടു എൻ സെൻറ്റേർഡ് ആയിരിക്കും. 3 എണ്ണം ഉള്ളത്. അതിൻ്റെ പേര് എഴുതാനാണ് ചോദിച്ചേക്കണത്. ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ ആൻഡ് എൻ സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഇത് വരക്കണ്ട കേട്ടോ, വരക്കണമെന്നില്ല, പേരെഴുതിയാൽ മതി. അറിയാമെന്നുണ്ടെങ്കിൽ വരച്ചോളി, സമയമൊക്കെ ഉണ്ടെങ്കിൽ. ചിലവന്മാരുണ്ട് പ്രത്യേകിച്ച് മാർക്കോ എന്നുള്ളതൊന്നും അറിയില്ലെങ്കിൽ പിന്നെ ഇതൊന്നും ഡെക്കറേറ്റ് ചെയ്യാണ്ട്. അങ്ങനെയല്ല, ചോദ്യം സിമ്പിളാണ്, പേരെഴുതാനുള്ള പേരെഴുതാം, ബസ് മാർക്ക് ഫുള്ളിങ് പോരും. അടുത്ത അതിൻ്റെ കൂട്ടത്തിലുള്ളത്, ദ യൂണിറ്റ് സെൽ ഡയമെൻഷൻ ഓഫ് എ പർട്ടിക്കുലർ ക്രിസ്റ്റൽ സിസ്റ്റം ഈസ് A is equal to B is equal to C, alpha is equal to beta is equal to gamma is equal to 90 degree. Identify the crystal system. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രിസ്റ്റൽ സിസ്റ്റത്തെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഏതാണ് ക്രിസ്റ്റൽ സിസ്റ്റം? ക്രിസ്റ്റൽ സിസ്റ്റം ഏതായിരിക്കും? ക്യൂബിക് ആയിരിക്കും. സോ നമ്മൾ എങ്ങനെ ചെയ്യും? ക്യൂബിക് സിസ്റ്റം. തൊട്ട് താഴത്തുള്ള ചോദ്യം ഇതാണ്, ഗീവ് വൺ എക്സാമ്പിൾ ഫോർ എബോവ് സിസ്റ്റം.
അതിന് എക്സാമ്പിളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. സോഡിയം ക്ലോറൈഡ്, സിങ്ക് ബ്ലെൻഡ്, കോപ്പർ ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ഏത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതി? ക്യൂബിക് സിസ്റ്റം, ഡി സോഡിയം ക്ലോറൈഡ്, ഡി ഇതൊക്കെ 1/2 മാർക്ക് 1 മാർക്ക് അങ്ങനെ ആയിരിക്കും അതിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്, പക്ഷേ സിമ്പിളാണ്. എല്ലാം ഇന്റർ കണക്റ്റഡും ആണ്, സിമ്പിളുമാണ്. ഇപ്പോൾ ഈ 2-3 ചോദ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരുന്നില്ലേ? ആ കോൺഫിഡൻസ് ആണ് ശരിക്കും നമ്മൾക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയുന്നത്. സോ കോൺഫിഡൻസ് ഉണ്ടാണെങ്കിൽ 2 കാര്യമുണ്ട്. 1 പ്രിപ്പയർ ചെയ്യുക, 2 പ്രാക്ടീസ് ചെയ്യുക. ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ പ്രാക്ടീസ് ചെയ്യും. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.